ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് ഞങ്ങളെ പെരിന്തൽമണ്ണ പോവുകയാണ്, ഞാനും മോളും കൂടി. അവിടെ സ്കിൻ കെയർ ഹോസ്പിറ്റലിൽ പോവാണ്ടായിരുന്നു മോൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പെരിന്തൽമണ്ണ റോഡാണ്, റോഡ് വലിയ സുഖമൊന്നുമില്ല, ഫുള്ള് കുണ്ടുകുയ്യാണ്. പോകുമ്പോൾ ഞങ്ങൾ എനിക്കൊരു ചായ, മോക്കൊരു കോഫി, ഇങ്ങനെ എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട്, എണ്ണക്കടി കാണുമ്പോൾ കുറേ വാങ്ങും, പക്ഷെ മോക്ക് വേണ്ടായിരുന്നു. പിന്നെ ഞാൻ കെട്ടിപ്പതിന് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും പോവുകയാണ് കേട്ടോ. ഈ സ്കിൻ കെയർ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കാവും കേട്ടോ. എപ്പോഴും 11 മണിക്ക് ചെല്ലാനൊക്കെ പറയും. ടോക്കനൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് 1 മണിയായപ്പോൾ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്തം ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ടെസ്റ്റിന് കൊടുത്തങ്ങാണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാറുങ്ങാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് ഇതാ ഈ ഒരു ടീ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽക്കാണ് കേട്ടോ. ഉച്ച ടൈം ആയതുകൊണ്ട് റൈസ് ഉണ്ടാവുന്നൊക്കെ കരുതിയത്. ഇവിടെ ചെന്നപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, എന്താ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, ചോറൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. മോളെ എന്തൊക്കെ ഒരു കോംബോ ഓഫറൊക്കെ ബുക്ക് ചെയ്ത് കാണ്ടി ഇരിക്കുകയാണ്. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന് കുറേ നേരം ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നിക്കണ്. പിന്നെ ഫുഡ് വന്നു, ഇതൊക്കെയാണ് വന്നത്. ഇതൊന്നും പക്ഷേ എനിക്കൊന്നും വലിയ ഇഷ്ടമല്ല. ഓള് കുറച്ചൊക്കെ തിന്നു. പിന്നെ ഞങ്ങളിതൊക്കെ പാർസലാക്കിട്ടോ ലാസ്റ്റ്. ഇത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഫുള്ള് പാർസലാക്കി. പിന്നെ ഞങ്ങളിതൊക്കെ ആക്കിയാണ് ഞങ്ങൾ തിരിച്ച് പോയിട്ടോ. തിരിച്ച് പോകുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി കാണിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ഞങ്ങൾ പാണ്ടിക്കാടിക്ക് എത്താനായി. അവയൊക്കെ കാണിച്ച് വന്നപ്പോൾ തന്നെ വൈകുന്നേരം ഇരിക്കണ്. പിന്നെ പോരുന്ന വരവിൽ ഞാൻ വിചാരിച്ച് മീനൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് പിന്നെ മീനൊക്കെ വാങ്ങാൻ നിർത്തി. മീൻ കടയിൽ ചെന്നപ്പോൾ മോളെ സാറുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഓളെ പഠിപ്പിച്ചേ, +1 +2 വരെ പഠിപ്പിച്ചേ. പിന്നെ അതിനോട് മോള് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോഴത്തെ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. മീൻ കറി ഉണ്ടാക്കാൻ കരുതി, മീനും പൂളയും ഉണ്ടാക്കാൻ കരുതി. അയില വാങ്ങിയിരുന്നു. ചെറിയതും അല്ല വലിയതും അല്ല, അതിൻ്റെ നടുത്തതാണ്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കുകയാണ് കേട്ടോ. പിന്നെ അയിലൊക്കെ നന്നാക്കി അതൊരു കറി വെക്കാൻ കരുതി. പൂളൊക്കെ ഉണ്ടാക്കുമ്പോൾ മത്തിയാണില്ലേ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷെ ആ മത്തി അവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാനത് വാങ്ങാൻ കേട്ടോ. പിന്നെ കുടിസിലൊക്കെ ഇപ്പം മീൻ കിട്ടുമല്ലോ, കുറഞ്ഞ പൈസക്കൊക്കെ വൈകുന്നേരം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി വെച്ചാൽ മതി. അങ്ങാടിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ അവിടുന്ന് വാങ്ങിയാൽ മതി. കടയിൽ പോയി വാങ്ങണിലേറെ വില കുറവായിട്ട് നമുക്ക് അവിടുന്ന് കിട്ടുമല്ലോ. വൈകുന്നേരമാണില്ലേ അങ്ങനെ വില കുറവിൽ കിട്ടുക. അപ്പളേ പറ്റുള്ളൂ, അല്ലാത്തപ്പോൾ ഒന്നും പറ്റൂല. മീൻ നന്നാക്കി കഴിയുമ്പോഴത്തേന് പൂച്ചയുടെ കാത്തൊക്കെ ഉണ്ടാവട്ടില്ല, ഭയങ്കര കരച്ചിലാവും അതിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അവിടെ ഇട്ട് കൊടുത്തതാണ്. മീൻമുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 തക്കാളി, ഒരു 10 ചെറിയുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വാടി വരണം. ഇങ്ങനെ വാടി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിചാരിച്ചാൽ ഇത് കോരിയെടുക്കണം കേട്ടോ. ഇങ്ങനത്തെ നല്ലോണം വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ കോരിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ആ ചട്ടിയിലുള്ള എണ്ണയ്ക്ക് നമ്മൾ 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു 3/4 സ്പൂണ് മഞ്ഞൾ, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ എണ്ണയ്ക്ക്. അത് ഞാൻ എടുക്കാൻ മറന്നതല്ല, ഓണാക്കാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് നേരം ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം പാർന്ന് കൊടുക്കുക. തക്കാളി ഇട്ടത് കൊണ്ട് കുറച്ച് പുളി മതി കേട്ടോ. ആ പുളിവെള്ളം അതിലേക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളതിൽ മിക്സിൻ്റെ ജാറിൽ ചുവറ്റിങ്ങാണ്ട് ആ വെള്ളം കൂടി നമ്മളതിലേക്ക് പാർന്ന് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൂളേക്കൊക്കെ കൂട്ടണമെങ്കിൽ നല്ലോണം കറി വേണമല്ലോ, അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ.
നല്ലോണം വേവിക്കുക. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല വെട്ടി തിളക്കണുണ്ടോ, കുറച്ചൊന്ന് വറ്റും ചെയ്തിക്കണേ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അത് ഇടുകയാണ്. ഒരു 1.25 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. ഇവിടെ നല്ലോണം തിളച്ച് വന്നൊന്നുകൂടി അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് നല്ലോണം തിളച്ചൊക്കെ വന്നിട്ട് നമ്മളതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി അടച്ച് മീനിട്ടൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് പിന്നെ അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കും, മീനൊക്കെ നമ്മൾ ശരിക്കും വെന്ത് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിരിക്കണ്. മീൻ മുളകിട്ടത് സൂപ്പറായിട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, ലൈക്കും ഷെയറൊക്കെ ചെയ്യുവേണ്ടി. മീൻ മുളകിട്ടൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് പൂളൻ്റെ ഒപ്പൊക്കെ കൂട്ടുവേണ്ടി, എന്നിട്ട് കമൻറ്റ് ഇടേണ്ടിട്ടാ. താങ്ക് യു.